ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL അപ്ഡേറ്റ്സിന്റെ 13ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് വിശദമായി കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് റോബ്സൺ റോബിഞ്ഞോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിലവിൽ മോഹൻ ബഗാന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രസീലിയൻ താരമാണ് റോബിഞ്ഞോ. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ മുംബൈ സിറ്റിക്ക് താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടാണ് MBFT ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അവർ മോഹൻ ബഗാനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്, ഓഫർ നൽകുകയും ചെയ്തിട്ടുണ്ട്. മനോളോ മാർക്കസിന് താല്പര്യമുള്ള താരമാണ് റോബ്സൺ റോബിഞ്ഞോ. മാത്രമല്ല, മുംബൈ സിറ്റിയിലേക്ക് പോവാൻ ഇദ്ദേഹം ഒരുക്കമാണ്. ഇനിയിപ്പോൾ മോഹൻ ബഗാന്റെ ഒരു അനുമതിയാണ് ലഭിക്കേണ്ടത്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന് വേണ്ടി പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ റോബ്സൺ റോബിഞ്ഞോക്ക് സാധിച്ചിരുന്നില്ല. 11 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളും ഒരു അസിസ്റ്റുമായിരുന്നു ഈ താരം നേടിയിരുന്നത്. ഇതോടുകൂടിയാണ് മോഹൻ ബഗാൻ വിടാൻ അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് നിഖിൽ ബർളയാണ്. ജംഷഡ്പൂർ FCക്ക് വേണ്ടി ഇതുവരെ മികച്ച പ്രകടനം നടത്തിയ വിംഗ് ബാക്കാണ് നിഖിൽ ബർള. ജംഷഡ്പൂർ FC ഇത്തവണത്തെ ISLൽ പങ്കെടുക്കുന്നില്ല. അതിനാൽ തന്നെ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ മോഹൻ ബഗാൻ രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫ്രീ ആയി ലഭിക്കുമെങ്കിൽ മാത്രമാണ് മോഹൻ ബഗാൻ ഇദ്ദേഹത്തിനെ സ്വന്തമാക്കുക. മോഹൻ ബഗാനെ കൂടാതെ മറ്റു പല ക്ലബ്ബുകളും നിഖിൽ ബർളയിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് അത് മേദിഹ് തലാലുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ FCക്ക് വേണ്ടി കളിച്ച മധ്യനിര താരമാണ് തലാൽ. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ചെന്നൈയിൻ FC ഇപ്പോൾ രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവർ വളരെ സീരിയസ് ആയിക്കൊണ്ടാണ് തലാലിനെ ഇപ്പോൾ പരിഗണിക്കുന്നത്. ISLൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് തലാൽ. പഞ്ചാബ് FC, ഈസ്റ്റ് ബംഗാൾ എന്നിവർക്ക് വേണ്ടിയൊക്കെ മുൻപ് തലാൽ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ISLൽ 2 ഗോളുകളും 2 അസിസ്റ്റുകളും ജംഷഡ്പൂർ FCക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ള ഒരു താരം കൂടിയാണ് മേദിഹ് തലാൽ. ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ ചെന്നൈയിൻ FC സ്വന്തമാക്കാൻ ഇരിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.